മറ്റൊരു പരിപാടിയിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ പങ്കെടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുക. താൻ ഈ വിവാദത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല, വിമർശനങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിലിൻ്റെ മറുപടി. നേരത്തെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ അറിഞ്ഞിട്ടും ഉന്നത പദവികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ചു കയറ്റുന്നതിലും ഉന്നത പദവികൾ നൽകുന്നതിലുമെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണ് എന്നുള്ള രാഷ്ട്രീയ വിമർശനം ഒരു ഭാഗത്ത് അതിശക്തമായി ഉയരുന്നുണ്ട്. ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതടക്കമുള്ള വിമർശനങ്ങൾ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഷാഫി എന്താണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതുവരെ ഈ വിവാദം രൂപപ്പെട്ട് ഇതുവരെ ഒരു വിശദമായ മറുപടി ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇന്ന് രാവിലെ 24-നോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം. അതിലും ആ വിവാദത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള പ്രതികരണമല്ല, മറിച്ച് താൻ പ്രതികരിക്കും, മാധ്യമങ്ങളെ കാണും, നിലപാട് വിശദീകരിക്കും. ഇതുവരെ പ്രതികരണം ഉണ്ടാകാതിരുന്നത് താൻ ഒളിച്ചോടിയതല്ല, രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുകയായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിനെ ഒളിച്ചോടുക എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുള്ള മാധ്യമ വിമർശനം കൂടി ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, നേരത്തെ ഷാഫി അരുൺ പൂപ്പറമ്പയോട് സംസാരിച്ചിരുന്നു. അതിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളല്ലേ ഉയർന്നു വന്നത് എന്ന ചോദ്യത്തിന് ആണോ എന്നുള്ളൊരു മറുചോദ്യമാണ് ഷാഫി പറമ്പിൽ നിന്നുണ്ടായത്. എന്താണ് ഇനി ഷാഫി വിശദീകരിക്കുക എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്നു. അരുൺ പൂപ്പറമ്പ. പ്രതികരണം നടത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്രീയ നേതാവാണ് ഷാഫി പറമ്പിൽ. എല്ലാ ഘട്ടങ്ങളിലും അതായത് ഷാഫി പറമ്പിൻ്റെ ഒരു പിൻഗാമി എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിച്ച നേതാവ്. അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ അധ്യക്ഷ പദവി ഷാഫി പറമ്പിൽ ഒഴിഞ്ഞതിന് ശേഷം അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറുന്നു. പാലക്കാട് MLA സ്ഥാനം. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം, രാഷ്ട്രീയ ബന്ധം നമുക്കറിയാം. അവർ തമ്മിലുള്ള അടുപ്പം അറിയാം. എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികളിലും ഒരുമിച്ച് നിന്നവരാണ്. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ചെറുത്തുനിൽപ്പും അത്തരം പ്രതിരോധങ്ങളും തീർക്കുന്നവരാണ്. പക്ഷേ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടി എന്ന ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ടിരുന്നു. അതിൽ നേരത്തെ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഡൽഹിയിലുണ്ടായിരുന്നു. പിന്നീട് ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലേക്ക് അദ്ദേഹം പോയി. ആ ഘട്ടങ്ങളിലെല്ലാം നിരന്തരമായി മാധ്യമങ്ങൾ ഷാഫി പറമ്പിലിനോട് ഇതിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഇതിൽ പ്രതികരണം തേടിയിരുന്നു. ഷാഫി പറമ്പിൽ പ്രതികരിക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഈ ഷാഫി പറമ്പിലിൻ്റെ അടുത്ത വൃത്തങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിനുശേഷം ഇന്നലെ ബംഗളൂരിൽ വന്നു. ഇന്ന് ബംഗളൂരുവിൽ നിന്ന് രാവിലെ കണ്ണൂരിൽ ഷാഫി പറമ്പിൽ എത്തിയ ഘട്ടത്തിലാണ് 24-നോട് പ്രതികരിച്ചത്. താൻ ഒളിച്ചോടിയിട്ടില്ല എന്നതാണ് ഷാഫി പറമ്പിൽ പറയുന്ന വാദം. താൻ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടിയതല്ല. നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയിൽ പോവുകയാണ് ചെയ്തത്. അതിൽ ഒരു ഒളിച്ചോട്ടമായി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് എന്നതാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും താൻ വിശദീകരിക്കും. അതിനാണ് വടകരയിൽ മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം ആ പ്രതികരണം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്തു പറയുന്നു എന്നതാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു പ്രതിരോധം തീർക്കുമോ എന്ന ചോദ്യം, അത്തരമൊരു പ്രതിരോധം ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളതാണ് കാണേണ്ടത്. ഇതിൽ കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതായത് നിലവിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം ഇതിൽ നിലവിൽ അതിവേഗ നടപടി ഉണ്ടായിട്ടുണ്ട്, അതായത് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ചു, ആ നടപടി മതി എന്ന് അഭിപ്രായപ്പെടുന്നു. അങ്ങനെ പാർട്ടിയിൽ തന്നെ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അടുപ്പമുള്ള ഷാഫി പറമ്പിലിൻ്റെ കൂടി പ്രതികരണം വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിച്ചു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു പ്രതിരോധം ഷാഫി പറമ്പിൽ ഈ വിവാദങ്ങൾക്കിടയിൽ ഉയർത്തുമോ എന്ന ചോദ്യം ഒരു വശത്തുണ്ട്. മറ്റൊന്ന്, ഷാഫി പറമ്പിലിനെതിരെയും ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിന് ഈ നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, ചില പരാതിക്കാർ ഈ വിഷയങ്ങളൊക്കെ ഷാഫി പറമ്പിലിൻ്റെ മുമ്പാകെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുമ്പാകെയും അവതരിപ്പിച്ചിരുന്നു, അത്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അതിനോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത്തരം പരാതികൾ ഗൗനിച്ചില്ല, പരിഗണിച്ചില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. പക്ഷേ അത് നമ്മൾ ഇന്ന് ചോദിച്ചിരുന്നു, പക്ഷേ അതിൽ പ്രതികരണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ കാര്യങ്ങളിലെല്ലാം എന്തായിരിക്കും ഷാഫി പറമ്പിൽ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്? എന്തായാലും മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വിശദീകരിക്കും
തീർച്ചയായും എന്തായിരിക്കും എടുക്കുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു വശത്ത് കോൺഗ്രസിൽ ഇടയിൽ തന്നെ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ എങ്ങനെ പ്രതികരിക്കും, എന്ത് പ്രതികരിക്കും എന്നുള്ളത് വളരെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ്, രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഷാഫിക്കെതിരെ ഉയരുന്നത്. അതിനിടയിൽ എന്ത് പറയും, ഒരു പ്രതിരോധം തീർക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും അത് എളുപ്പമല്ല എന്നൊരു സാഹചര്യമാണല്ലോ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്നല്ല, നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അത് വെറും ആരോപണങ്ങൾ എന്നുള്ള നിലയിലല്ല, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ പുറത്തു വന്നുകൊണ്ടാണ് ഈ ആരോപണം അതിശക്തമായി നിൽക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് വിവാദം വളർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. അതിനിടയിൽ ഇനിയൊരു പ്രതിരോധം തീർക്കാൻ ഷാഫി മുതിരുമോ? അതിന് സാധ്യത വളരെ കുറവാണ്. ഇതിൽ നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. ഇപ്പോൾ നിലവിലുള്ള എടുത്ത നടപടികളൊക്കെ വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞു പോകാനാണ് സാധ്യത. ഏതെങ്കിലും രീതിയിൽ പ്രതിരോധം തീർക്കുന്ന ഒരു നിലപാട് ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് അങ്ങനെ പ്രതിരോധം തീർത്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെതിരായും വലിയ വിമർശനം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ വരും എന്ന ബോധ്യം ഷാഫി പറമ്പിലുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ആ രീതിയിലുള്ള, അതായത് നിലവിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുപോകാനായിരിക്കും സാധ്യത. അതിനപ്പുറത്തേക്കാണ് റീജിത്ത് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. ഇതിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതികരിക്കേണ്ട കാര്യം കൂടിയുണ്ട്. അതായത് ഷാഫി പറമ്പിലിൻ്റെ മുമ്പാകെ ഇത്തരം പരാതികൾ എത്തിയിട്ടുണ്ട് എന്ന് ആ പരാതിക്കാർ തന്നെ, ചില ആരോപണങ്ങൾ തന്നെ അങ്ങനെ ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ പരാതികൾ ലഭിച്ചിരുന്നോ? ഇത്തരം കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അങ്ങനെ അത്രയും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് അതിൽ ഒരു മൂവ്മെൻറ്റ് നടത്താതിരുന്നത്, അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാതിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിൽ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊന്നും ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടില്ല. രാവിലെ വളരെ അദ്ദേഹം 1-2 വരിയിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, താൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണ്, അതിൻ്റെ ഭാഗമായി ആ പരിപാടിയിൽ പോയി എന്നതിനപ്പുറത്തേക്ക് അതൊരു ഒളിച്ചോട്ടമായി തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് പ്രതികരിക്കാതിരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് പ്രതികരിക്കാതെ ബീഹാറിലേക്ക് മാധ്യമങ്ങൾ അവിടെ പ്രതികരണം തേടി കാത്തിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് അദ്ദേഹം പോയത്. സ്വാഭാവികമായും അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒളിച്ചോട്ടം ഉണ്ടായത് എന്ന കാര്യത്തിൽ മറുപടി പറയണം. അതിനപ്പുറത്തേക്ക് മറ്റൊന്ന്, ഇത്തരം പരാതികൾ, ഇത്തരം ആരോപണങ്ങൾ നേരത്തെ തന്നെ ഈ ഷാഫി പറമ്പിലിന് മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു, ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ആ ഘട്ടങ്ങളിൽ ഒന്നും ഒരു നടപടി സ്വീകരിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേണലായി എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ സംസാരിക്കുകയോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഷാഫി പറമ്പിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. ആ കാര്യങ്ങൾ ഷാഫി പറമ്പിൽ വിശദീകരിക്കുമോ, അല്ലെങ്കിൽ നേരത്തെ മറ്റ് നേതാക്കളൊക്കെ പറഞ്ഞതുപോലെ ഇതിൽ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഈ സ്വന്തം തന്നെ രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്, അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മതി എന്ന നിലയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമായിരിക്കുമോ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക, അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിലാണ് ഷാഫി വടകരയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണം വൈകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലാണ് പങ്കെടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങളോട് വിശദമായി ഇക്കാര്യത്തിൽ ഒരു മറുപടി ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.